ഐതിഹ്യമാല അധ്യായം 31. വലിയ പരീക്ഷ. ശങ്കരനാരായണ ചാക്യാർ. മുൻപൊരു കാലത്ത് അമ്പലപ്പുഴ ശങ്കരനാരായണ ചാക്യാർ എന്ന പ്രസിദ്ധനായിട്ട് ഒരു മഹാനുണ്ടായിരുന്നു. അമ്പലപ്പുഴ ചാക്യാരെ വലിയ പരീക്ഷ ചാക്യാർ എന്നുകൂടി പറയാറുള്ളതിനാൽ ഈ മഹാനെ സാധാരണയായി വലിയ പരീക്ഷ ശങ്കരനാരായണ ചാക്യാർ എന്നാണ് എല്ലാവരും പറഞ്ഞു വന്നിരുന്നത്. ആ ചാക്യാർ കൊല്ലം 1022 നാട് നീങ്ങിയ മഹാരാജാവ് തിരുമനസിലെ കാലത്ത് തിരുവനന്തപുരത്ത് ചെല്ലുകയും തിരുമനസിനെ സേവകന്മാരിൽ ഒരാളും ആ തിരുമേനിയിൽ നിന്ന് കരീന്ദ്രൻ എന്ന വിശേഷണ പേര് ലഭിച്ച മഹാനുമായിരുന്ന കിളിമാനൂർ ചെറുണ്ണി കോയിത്തമ്പുരാൻ മുഖാന്തരം തിരുമനസ് അറിയിച്ച് മുഖം കാണിക്കുകയും അവിടെ തിരുവമ്പാടി മണ്ഡപത്തിൽ വെച്ച് 12 ദിവസത്തെ കൂത്ത് നടത്തുന്നതിന് കൽപ്പനയുണ്ടാവുകയും ചെയ്തു. കൂത്തു പ്രബന്ധം പറയുകയായിരുന്നു. ചാക്യാരുടെ വാക്ക് കേൾക്കുന്നതിന് ഒരു ദിവസം എഴുന്നള്ളിയിരുന്നു. പിന്നെ എഴുന്നള്ളാതെ ഇരുന്നപ്പോൾ കോയിത്തമ്പുരാൻ തിരുമനസിലെ അടുക്കൽ ചാക്യാരുടെ കൂത്ത് അവിടേക്കത്ര രസിച്ചില്ലെന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിന് തിരുമനസ്സുകൊണ്ട് എന്നില്ല, ചാക്യാർ ശ്ലോകാർത്ഥം പിഴയ്ക്കാതെ വിസ്തരിച്ച് പറയുന്നുണ്ടല്ലോ, വാക്കിന് മാധുര്യമില്ലാത്തതിനാൽ കേൾക്കുവാൻ സുഖം പോരാ എന്നേ ഉള്ളൂ. ഇങ്ങനെ മറുപടി കൽപ്പിക്കുകയും ചെയ്തു. 12 ദിവസത്തെ കൂത്ത് കഴിഞ്ഞപ്പോൾ ചാക്യാർക്ക് പതിവുള്ള പണം കൊടുക്കുവാൻ കൽപ്പിച്ചതല്ലാതെ സമ്മാനമൊന്നും കൽപ്പിച്ചു കൊടുത്തില്ല. കോയിത്തമ്പുരാനോട് മേൽപ്പറഞ്ഞ പ്രകാരം കൽപ്പിച്ചത് എങ്ങനെയോ ചാക്യാർ മനസ്സിലാക്കി. അതുകൊണ്ടും സമ്മാനമൊന്നും ലഭിക്കായക കൊണ്ടും ചാക്യാർക്ക് വളരെ കുണ്ഠിതമുണ്ടായി. എങ്കിലും ചാക്യാർ നിരുത്സാഹിയായി ഭാവിക്കാതെ ഈ തിരുമനസിലെ തൃക്കയിൽ നിന്ന് സമ്മാനം വാങ്ങുവാൻ സാധിക്കുമോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് നിശ്ചയിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് പോയി. അവിടെ ഒരു വർഷജനം നടത്തിയതിനു ശേഷം വീണ്ടും തിരുവനന്തപുരത്ത് വരികയും കോയിത്തമ്പുരാനെ കാണുകയും കോയിത്തമ്പുരാൻ വിവരം തിരുമനസിനെ അപ്പോഴേക്കും അറിയിക്കുകയും ചെയ്തു. കൂത്തു തുടങ്ങി 4-5 ദിവസമായിട്ടും വാക്ക് കേൾക്കുവാൻ ഒരു ദിവസവും എഴുന്നള്ളിയില്ല. അതിനാൽ ചെറുണ്ണി കോയിത്തമ്പുരാൻ എന്തോ ചാക്യാരുടെ വാക്ക് കേൾക്കുവാൻ ഇതുവരെ എഴുന്നള്ളിയില്ലല്ലോ, ഒരു ദിവസമെങ്കിലും എഴുന്നള്ളി കേൾക്കേണ്ടതാണല്ലോ എന്ന് കൽപ്പിച്ചു. അപ്പോൾ കോയിത്തമ്പുരാൻ അതുകൊണ്ട് മതിയായില്ല, കഴിഞ്ഞ കൊല്ലം കൽപ്പിച്ചത് ചാക്യാരുടെ വാക്കിന് മാധുര്യമില്ല എന്നാണല്ലോ, ഇക്കൊല്ലം അങ്ങനെയല്ല, വാക്കിന് ഇതിലധികം മാധുര്യമുണ്ടാകുവാൻ നിവൃത്തിയില്ലാത്ത നിലയിലായിട്ടുണ്ട് എന്നറിയിച്ചു. എന്നാൽ നാളെ തന്നെ ഒന്ന് കേട്ടുകളയാമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം എഴുന്നള്ളി ചാക്യാരുടെ വാക്ക് കേട്ട് വളരെ സന്തോഷിച്ചു. ഉടനെ 1-ാം തരത്തിൽ 2 വീരശൃംഖല വരുത്തി കൂത്തു കഴിഞ്ഞ ഉടനെ ചാക്യാരെ കൽപ്പിച്ച് വിളിപ്പിച്ച് തൃക്കൈ കൊണ്ട് തന്നെ 2 കൈയിന്മേൽ മിടുവിക്കുകയും കൂത്തു വളരെ നന്നായി, ഇത്രയും മാധുര്യമുള്ള വാക്ക് ചാക്യാന്മാർ പറഞ്ഞതിനു മുമ്പ് കേട്ടിട്ടില്ല, വളരെ സന്തോഷമായി എന്ന് കൽപ്പിക്കുകയും ചെയ്തു. ആദ്യം നിശ്ചയിച്ചത് കൂടാതെ കൽപ്പന പ്രകാരം പിന്നെ 40 ദിവസത്തെ കൂത്തുകൂടി ഉണ്ടായി. എല്ലാ ദിവസവും എഴുന്നള്ളി വാക്ക് കേൾക്കുമ്പോഴും ചെയ്തു. കൂത്തു കഴിഞ്ഞ് ചാക്യാർ യാത്ര അറിയിക്കുവാനായി ചെന്ന സമയം വളരെ സന്തോഷമായി കൽപ്പിക്കുകയും ഓണപ്പടുവ കൊടുത്തയക്കുകയും ചെയ്തു. അക്കാലം മുതൽ വലിയ പരീക്ഷ ശങ്കരനാരായണ ചാക്യാർ എന്നുള്ള പ്രസിദ്ധി ഭൂലോകമെല്ലാം നിറഞ്ഞു. ഇങ്ങനെയൊരു ചാക്യാർ മുമ്പ് ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്ന് സകല ജനങ്ങളും ഒരുപോലെ പ്രശംസിച്ചു തുടങ്ങുകയും ചെയ്തു. അത് വാസ്തവമായിരുന്നു. വാക്കിന് മാധുര്യാദി ഷൽഗുണങ്ങളോടെ തികച്ചിൽ ഇതുപോലും ഉണ്ടായിട്ട് ഒരു ചാക്യാർ അതിനു മുമ്പുണ്ടായിരുന്നില്ല, അതിൽ പിന്നെയും ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുന്നത്. ഇത്രയും ആയപ്പോഴേക്കും വിദ്വാൻമാർക്ക് ഉണ്ടാകത്തക്കവയും ഉണ്ടാകാരുതത്വവുമായ ചില ദുർഗുണങ്ങൾ ഈ ചാക്യാർക്കും ഉണ്ടായിത്തീർന്നു. അവ മറ്റൊന്നുമല്ല, അഹംഭാവം, പരപുച്ഛം, ദുരാഗ്രഹം ഇത്യാദികളാണ്. അതിനാൽ സാമാന്യക്കാർ പറഞ്ഞാലും വിളിച്ചാലും അയാൾ എങ്ങും പോകാതാകുകയും കൂത്ത് കഴിക്കാതെയുമായി. വലിയ രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ അല്ലാതെ വല്ലവരും വിളിച്ചാൽ വല്ലയിടത്തുമൊക്കെ പോയി കൂത്തു കഴിക്കുന്നത് കുറച്ചിലാണെന്ന് അയാൾക്ക് പ്രധാനമായിട്ടുണ്ടായ ഒരു വിചാരമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ മുറജപത്തിന് പോകുവാനായി വാദ്യാന്മാർ, വൈദ്യന്മാർ, വലിയ വലിയ ആഠ്യന്മാർ മുതലായി അസംഖ്യം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ഒരു ദിവസം അമ്പലപ്പുഴ വന്നു ചേർന്നു. ശങ്കരനാരായണ ചാക്യാരുടെ വാക്കുകൾ വളരെ കേമമാണെന്നും മറ്റും ഓരോരുത്തർ സ്തുതിക്കുന്നതല്ലാതെ ആ ചാക്യാരുടെ വാക്ക് അവരാരും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ അമ്പലപ്പുഴ ചെല്ലുമ്പോൾ അതൊന്ന് കേൾക്കണമെന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്നുണ്ട് അവിടെ വന്നു ചേർന്ന് തോണിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ചാക്യാരെ കൊണ്ട് കൂത്തിന്റെ കാര്യം ഏർപ്പാട് ചെയ്തിട്ട് വേണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനെന്ന് നിശ്ചയിച്ചിട്ട് ഒട്ടുവളരെ നമ്പൂരിമാർ ചാക്യാരുടെ മഠത്തിലെത്തി. ചാക്യാർ അവരെ യഥോചിതം ആസന സൽക്കാരം ചെയ്തിരുത്തിയിട്ട് അവർ അവിടെ ചെന്നതിന്റെ കാരണം ചോദിച്ചു. നമ്പൂരിമാർ അവരുടെ ആഗ്രഹത്തെ ചാക്യാന്മാരെ അറിയിച്ചു. അപ്പോൾ ചാക്യാർ ഇന്നെനിക്ക് നല്ല സുഖമില്ലാത്ത ദിവസമാണ്, നാളെയോ മറ്റോ ആവാമെന്ന് പറഞ്ഞു. നമ്പൂരിമാർ പറഞ്ഞു,
ചാക്യാർ ഇങ്ങനെ മറുപടി പറയരുത്. ഞങ്ങളിത് ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് വളരെ നാളായി. ഏതെങ്കിലും മുറജപത്തിന് ഇങ്ങോട്ട് വരണമല്ലോ. അപ്പോൾ ഇതും സാധിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിച്ചും കൊണ്ടാണ് വന്നത്. അത് ചാക്യാർ സാധിപ്പിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ വ്യസനവും ഇച്ഛാഭംഗവും ഉണ്ടാകും. ഞങ്ങൾക്കൊരു സ്ഥലത്ത് ഒരു നേരത്തിലധികം താമസിക്കാവുന്നതല്ല. ചാക്യാരുടെ വാക്ക് കേൾക്കുവാനുള്ള ആഗ്രഹത്തെ ആധിക്യം കൊണ്ട് അത്താഴത്തിന് കൂടി ഇവിടെ താമസിക്കണമെന്ന് വെച്ചത്. അത്താഴം കഴിഞ്ഞാൽ ഉടനെ പോകാതിരിക്കുവാനും ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ചാക്യാർ മറുപടി പറഞ്ഞു, ഇന്ന് എന്തായാലും സാധിക്കില്ല. നാളെയാണെങ്കിൽ വല്ലതും ആവട്ടെ. അത് തന്നെ പ്രയാസമായിട്ടാണ് ഇരിക്കുന്നത്. എനിക്കും തീരെ സുഖമില്ല. ഒരു ജലദോഷ ഛായയോ ഒച്ചയടപ്പോ ഏതാണ്ടൊക്കെയുണ്ട്. നമ്പൂരിമാർ പറഞ്ഞു, അതെന്തൊക്കെയായാലും കൂത്തിന് വേണം. അതിന് ചാക്യാർ യാതൊരു ഒഴിവുകഴിവും പറയരുത്. ഇവിടെ വന്നിട്ട് ചാക്യാരുടെ വാക്ക് കേൾക്കാതെ പോകുന്നത് ഞങ്ങൾക്ക് വലിയ സങ്കടമാണ്. പണം എത്ര വേണമെങ്കിലും തരുവാൻ ഞങ്ങൾ തയ്യാറാണ്. ചാക്യാർ പറഞ്ഞു. പണത്തിൻ്റെ കാര്യം വിചാരിച്ചിട്ടും മറ്റുമല്ല, എനിക്കിന്ന് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. നമ്പൂരിമാർ പറഞ്ഞു. അയ്യോ, ചാക്യാർ അങ്ങനെ പറയരുത്. ഞങ്ങൾ പലർ കൂടി അപേക്ഷിക്കുന്നതാണ്. വാദ്യാന്മാരും വൈദികന്മാരും വേറെ പല യോഗ്യന്മാരും വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ചാക്യാരുടെ വാക്ക് കേട്ടാൽ കൊള്ളാമെന്ന് വളരെ മോഹമുണ്ട്. അതിനാൽ ചാക്യാർ ഞങ്ങളുടെ അപേക്ഷയെ ഉപേക്ഷിക്കരുത്. ചാക്യാർ പറഞ്ഞു. ഇതൊരു നാശമായിട്ട് തീർന്നല്ലോ. എന്തു പറഞ്ഞാലും ഒഴിച്ചു പോവുകയില്ലെന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഇന്നെനിക്ക് പ്രയാസമാണെന്ന് പറഞ്ഞില്ലേ? എല്ലാവരും പറഞ്ഞാലുടനെ കൂത്തു കഴിക്കാൻ ഇവിടെ തയ്യാറില്ല. എൻ്റെ വാക്ക് കേൾക്കണമെന്നുള്ളവർ എൻ്റെ സൗകര്യം കൂടി നോക്കണം. ഇനി ഇക്കാര്യത്തെപ്പറ്റി എന്നോടൊന്നും പറയണ്ട. ഞാനിതിന് തയ്യാറല്ല. വേണമെങ്കിൽ നിങ്ങൾ മടക്കത്തിലേ വന്നാൽ സൗകര്യമുണ്ടെങ്കിൽ അന്നാവാം. ചാക്യാർ ഇപ്രകാരം തീർച്ചയാക്കി പറഞ്ഞപ്പോൾ ശുദ്ധാത്മാക്കളായ ആ ബ്രാഹ്മണ ശ്രേഷ്ഠർക്ക് സഹിക്കാൻ വയ്യാതെ വ്യസനവും ഇച്ഛാഭംഗവും ഉണ്ടായെന്നത് പറയേണ്ടതില്ലല്ലോ. അവരെല്ലാവരും വലിയ ആഢ്യന്മാരും ജന്മികളുമായിരുന്നു. അവരെന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ സമ്മതിക്കുകയില്ലാതെ ആരും പതിവില്ല. ഇങ്ങനെയൊരു അനുഭവം അവർക്ക് ഇതം പ്രഥമ ഉണ്ടായിട്ടില്ല. ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ ആളയച്ചു വരുത്തി പറയുകയല്ലാതെ അവർക്ക് മറ്റുള്ള ഒരാൾക്കൂടിൽ നിന്ന് ചെന്ന് ഒരു കാര്യവും പറയുക തന്നെ പതിവില്ല. ചാക്യാരുടെ വാക്ക് കേൾക്കുവാനുള്ള ആഗ്രഹാധിക്യം നിമിത്തം അവർ സ്വാഭാവികമാനമെല്ലാം വിട്ട് ആ ചാക്യാരുടെ ഇരിപ്പിടത്ത് ചെന്ന് വളരെ താഴ്മയോടുകൂടി പല വിധത്തിൽ അപേക്ഷിച്ചിട്ടും അയാൾ അതിനെ കൈക്കൊള്ളാതിരുന്നതിനാൽ അവർക്ക് വളരെ വ്യസനമാണ് ഉണ്ടായത്. ചാക്യാരുടെ ധിക്കാര വചനവും കേട്ടിട്ട് അവർക്ക് വ്യസനം മാത്രമല്ല, കുറേശ്ശെ കോപവും ഉണ്ടായി. അവരിൽ വയോവൃദ്ധനും തപോവൃദ്ധനുമായ ഒരു നമ്പൂരി, ഞങ്ങൾ ഇങ്ങോട്ട് മടങ്ങി വരുമ്പോഴല്ലാതെ തരമാവുകയില്ല അല്ലേ? അത് തീർച്ച തന്നെയാണോ എന്ന് ചോദിച്ചു. തീർച്ച തന്നെ എന്ന് ചാക്യാർ മറുപടി പറഞ്ഞു. വയ്യാതായി പോയെങ്കിലോ എന്ന് ചോദിച്ചു. അതിനുത്തരം പറയുവാനായി ചാക്യാർ എ എന്നൊരക്ഷരം മാത്രം പറഞ്ഞു. അപ്പോഴേക്കും നാവ് തളർന്നു പോയതിനാൽ ഒന്നും പറയുവാൻ വയ്യാതായിപ്പോയി. നമ്പൂരിമാർ അപ്പോൾ തന്നെ കുളിയും ഊണും കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോയി. ചാക്യാർ ഒന്നും സംസാരിക്കാൻ വയ്യാതെ കേവലം മൂകനെ പോലെ പിന്നെയും വളരെ കാലം ജീവിച്ചു. പശ്ചാത്താപം അനുഭവിച്ചതിന് ശേഷം ചരമഗതിയെ പ്രാപിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 31 സമാപിച്ചിരിക്കുന്നു. ഇനി അധ്യായം 32 ആണ്. ആഴുവാഞ്ചേരി തമ്പ്രാക്കളും മംഗലത്ത് ശങ്കരൻ.